എന്താണെന്നും ഉടമ്പടി ബന്ധം എങ്ങനെയാണ് നടക്കുന്നതെന്നും അത് പഴയ നിയമത്തിൽ എന്തായിരുന്നെന്നും പുതിയ നിയമത്തിൽ എന്താകുന്നു മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളിങ്ങനെ വെറുതെ എനിക്ക് പാപമോചനമുണ്ട്, എനിക്ക് വീണ്ടെടുപ്പുണ്ട്, എനിക്ക് തിരഞ്ഞെടുപ്പുണ്ട്, എനിക്ക് ദൈവം എന്നെ മുന്നമേ അറിയുന്നു, ദൈവം എന്നെ മുന്നമേ നിയമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ സംഗതികളൊക്കെ വാസ്തവത്തിൽ ഉടമ്പടി ദൈവം നേരെയാക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെ എല്ലാത്തിനെയും കൂടിയാണ് സകല ആത്മീയ അനുഗ്രഹങ്ങളും എന്ന് പൗലോസ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവമായിട്ട് നിങ്ങൾക്ക് പുതിയ ബന്ധമുണ്ട്. ആ ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിനകത്ത് വീണ്ടും നിങ്ങളെന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് നല്ല മനസ്സാക്ഷിയോടെ നിങ്ങൾ ഇടപെടണം. മനുഷ്യരോട് നിങ്ങൾ നല്ല മനസ്സാക്ഷിയോടെ ഇടപെടണം. എന്നാലേ ഈ ഉടമ്പടി ബന്ധം നിലനിൽക്കുള്ളൂ. ദൈവത്തോട് വിശ്വസ്തത ആചരിക്കണം, മറ്റുള്ളവരോട് വിശ്വസ്തത ആചരിക്കണം. വിശ്വാസത്താലാണ് ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നത്. പക്ഷെ വിശ്വസ്തരല്ലെങ്കിൽ ആ വിശ്വാസത്തിന് ജീവനില്ല. ആ വിശ്വാസത്തുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉടമ്പടി ബന്ധം നിരപ്പാക്കി എന്നുള്ള കാര്യം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 1-ാം അധ്യായത്തിൽ പറയുന്നത്. അതിലൂടെ നമ്മളുടെ ഐഡൻറ്റിറ്റിക്ക്, നമ്മുടെ വ്യക്തിത്വത്തിന് വന്നിരിക്കുന്ന വ്യത്യാസം എന്താണ് എന്നതും കൂടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മുന്നമേ ആരായിരുന്നു എന്നത് 2-ാം അധ്യായത്തിൽ പറയും. നിങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ വിശേഷിപ്പിക്കുന്നത് അന്യജാതിയിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തികളെയാണ്. നിങ്ങൾ ആരായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ വേറെ ഏതോ ഒരു രാജ്യത്തിന് കീഴിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ രാജാവിൻ്റെയും പുതിയ രാജ്യത്തിൻ്റെയും കീഴിലാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ദൈവരാജ്യം, ഇരുട്ടിൻ്റെ രാജ്യം എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന കിങ്ഡം എന്ന് പറയുന്ന ഒരു അനാലജിയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആലയം എന്ന് പറയുന്ന അനാലജിയാണ്, കുടുംബം എന്ന് പറയുന്ന അനാലജിയാണ്. അപ്പോൾ കുടുംബത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങളൊരു മകനാണ്, നിങ്ങളൊരു മകളാണ്, നിങ്ങളൊരു അവകാശിയാണ്. രാജ്യത്തിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് അടുത്ത അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ദൈവാലയത്തിൽ നിങ്ങളൊരു പുരോഹിതനാണ്. നിങ്ങളെയും യഹൂദന്മാരെയും ദൈവം 2 കൂട്ടരെയും വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ആലയമാകാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ് എന്ന് യഹൂദന്മാരും അന്യജാതികളും ഒരുമിച്ച് ഒരു ദൈവത്തിൻ്റെ ആലയം എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് പറയത്തക്ക രീതിയിൽ, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കത്തക്ക രീതിയിൽ ഒരു ആലയമാണ് ദൈവം പണിതിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.